രചന എൻ പിള്ള, സംവിധാനം ആർട്ടിസ്റ്റ് സുജാത. നമ്മുടെ 5 പിള്ളേർക്കും അവരുടെ മക്കൾക്കും സുഖമായിട്ട് കൊടുക്കാനുള്ള വകയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 15 മുറി കുളിമുറിയുമുള്ള വീടുണ്ട്. നമ്മുടെ വീടിന്റെ ഭക്തനൊന്ന് നോക്കിയാലേ അറബിക്കടലും ആനവരെയും കാണാം. നമ്മുടെ നിലവറയിൽ നിന്ന് കീഴോട്ട് നോക്കിയാ നരകം കാണാം. ഞാൻ ഇന്നാൾക്ക് നോക്കിയായിരുന്നു. കണ്ടോ? അല്ല, നമ്മുടെ അത്ര പള്ളി പണിതു. മതി, ഇനി പണിയല്ല. കല്ലുകുറെ ചുമന്നു, ഇനി ചുമക്കല്ല. ഇനി ചുമക്കാൻ മേല. നിങ്ങൾക്ക് എപ്പോഴും നല്ല എനിക്ക് നല്ല മസിന. നിങ്ങൾക്ക് ഭയങ്കര മസിന. ഞാനൊരു ഭയമായ ഇപ്പോഴും അതെ. എന്നെ പിടിച്ചവനെ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ മലത്തി അയച്ചു. നീ അടിക്കും. എനിക്കൊരു ഒരു ഒരു ശ്വാസം ഒരു കുത്തി കുത്തി ഒരു ചുമ. ഇങ്ങനെ ഞരുങ്ങാതെ ആരും കൊണ്ട് ചുമക്കണ്ട. നിങ്ങളുടെ ചുമ കേട്ടാ ഈ കട നട്ടുങ്ങണം. ഞാൻ ചുമക്കണ പോലെ ഒരുവനേതോ ചുമക്കോടി. നിങ്ങളുടെ ചുമയല്ലേ ചുമ. എനിക്ക് ജലദോഷം. എനിക്ക് ആസ്മ. നിങ്ങൾക്ക് ക്ഷയ. നമുക്കൊരു നിലയുണ്ട്, അത് മറക്കണ്ട. എനിക്ക് ക്ഷയ വരാം. നിങ്ങൾക്ക് ക്ഷയ മഹാരോഗം മഹാന്മാരുടെ ലക്ഷണമാണ്. എന്തായാലും എനിക്ക് നല്ല ക്ഷയ. അർത്ഥപ്പള്ളി പുതുക്കപ്പെടുന്നത് എന്റെ വല്യപ്പന് മഹോദരായിരുന്നു. മൺട്രോ സാഹിബിന്റെ കാലത്ത് റോഡ് വെട്ടിയ എന്റെ വല്യപ്പന് കൗളുവാക്കാണ്. എന്റെ അപ്പന് പ്രമേഹായിരുന്നു. എന്റെ അപ്പ പഞ്ചാര കുഴച്ച മാതിരിയായിരുന്നു. കുറെ പാറ്റം വെപ്പായിരുന്നു. അതാ വലിയവന്റെ ലക്ഷണം. അടിപൊളി സദ്യ എല്ലാം താറാവ് താറാവ് ശരിയായി. ൂട്ടിച്ചിരുവാൻ ആള് കൂടണ സംഭവം. താറാവ് ശരിയായില്ല. ഞാനൊരു കോഴികൾ തന്നാലുണ്ടല്ലോ. നിങ്ങളുടെ ദൃഷ്ടി താറാവില്ലായിരുന്നു. പിന്നെ എന്നായിരുന്നു? തവിടം. എന്നാ
എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതാ. എടാ മത്തായി, എടാ മത്തായിയേ, എടാ ഒരു 18 താറാവിനെ കുടിച്ചോ. പപ്പാസ് വേറെയാണ് ഒലത്ത് ഒരേ നിർത്തിപ്പൊരിക്കണ്ടേ? വേണോ? എടാ എന്നാ എല്ലാം നിർത്തിപ്പൊരിച്ചാ മതി. പിന്നെ 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 എന്നൊക്കെയാ നിങ്ങൾ ഇഷ്ടംപടി എല്ലാം റെഡി. കരിമീൻ വറുത്തത് ഉണ്ട്, വെച്ചതോ ഉണ്ട്, പിന്നെ ഭൂമി പുളി ഉണ്ട്, ചാറ് കറിയോ പറ്റിച്ചതോ അത് നമ്മള് മറക്കുവോ? ആ പുതിയ ചാറ്റ അങ്ങോട്ടിട, ആ കൗണി അങ്ങോട്ട് പുറത്തെ ഈ മുടിയെല്ലാം ഒന്ന് ചീകി കെട്ടി കുതിര വാലിട്ട് വാലൊക്കെ കാണട്ടെ. നിന്നെ കണ്ട ഒരു 30 വയസ്സിൽ കൂടുതൽ തോന്നുകയല്ലേ? നിങ്ങൾ അതിലും ചെറുപ്പം. അല്ല എന്നാ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ 5 പേര് പെറ്റു. എല്ലാം നല്ല നിലയിലുമായി. ഇനിയും പെറാൻ എനിക്ക് യാതൊരു മടിയുമില്ല. വേണ്ട വേണ്ട. അയ്യോ നീ പാത്രത്തിന്റെ വീണു. കസേരയാണോ നീ കൊണ്ടിട്ട് കൊടുത്തേ? ഞാനാണ് എടുത്തു കൊടുത്തത്, നിങ്ങളല്ലേ? ഇവരുടെ കുടുംബക്കാരെ പാരമ്പര്യമായിട്ട് തിരുമലാര നമ്മുടെ കൂട്ടിക്കലെ കൊച്ചിന്റെ പല തേങ്ങ വീണു താലെ അങ്ങ് ചേറി ഇവിടുത്തെ ഇങ്ങനെ ഒരു തിരുമ്പ് കൈയെടുത്തപ്പ എന്നാ ഒരു തലയുടെ സ്ഥാനത്ത് 2 തല. നീക്ക് വന്നേ പാകത്തിന്റെ കയ്യിലെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കും. നീ ഒന്ന് തിരുമിക്കടി. പരപുരുഷന്മാരെ സ്പർശിക്കാൻ നീ പരിശിക്കണ്ടടി തൂല. നീ ഒന്ന് തിരുമിയാ മതി. ഞാൻ ചുമ്മാ പറഞ്ഞതാ മാത്തച്ഛന്റെ കയ്യോടിഞ്ഞെന്ന്. അവളെ അങ്ങോട്ട് അയച്ചേച്ചിരിക്കും ഇങ്ങോട്ട് വരാൻ. ആ മൂശാക്കയുടെ സ്ഥാനത്ത് മറിയാമ്മ ഇവിടെ പൊക്കൊണ്ടോളായിരുന്നു കർമ്മം. കയ്യൊടിഞ്ഞെന്ന് പറഞ്ഞ സൂത്രല്ലേ?
മുത്തച്ഛനെ ഓർത്തോർത്ത് ഞാൻ എത്ര നാളിരുന്നോ. കർമ്മം 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 നീ എന്നാ പറഞ്ഞ? അല്ല, മാത്തച്ഛന്റെ കൈ രണ്ടെണ്ണം പൊടിഞ്ഞിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. അല്ല, നിങ്ങളെന്നതാ പറഞ്ഞത്? ഞാൻ മറിയാമ സമാധാനിപ്പിക്കായിരുന്നു. അയ്യോ, അതാരാ പറഞ്ഞതൊക്കെ? കുഞ്ഞാങ്ങളെയല്ലേ? അയ്യോ, ഇത് എങ്ങനാ വരവാ? വണ്ടി ഇറങ്ങി നാളെ നീ പോരുമായിരുന്നോ? എക്സ്പ്രസിനാ പോന്നെ. നേരത്തെ പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി അങ്ങോട്ട് അയക്കത്തില്ലായിരുന്നോ? വണ്ടി എറണാകുളത്തിന് വിട്ടിരിക്കല്ലേ നീ പിള്ളേരെ കൊണ്ടുവരാൻ? ഞാനതൊക്കെ മറന്നു. അല്ല, എത്ര വണ്ടിയാ പോയിരിക്കുന്നത്? 3. എല്ലാ വണ്ടിയും പിള്ളേരെ കൊണ്ടിട്ട് എറണാകുളത്തിന് പോയിരിക്കുക. എല്ലാം കിട്ടിട്ട്. അയ്യോ, ഇവരിപ്പോ 3 വയസ്സ് കഴിഞ്ഞില്ലേ? മൂക്കലിന്റെ ഒരു പാടം വീണതാ. കൊച്ചു കള്ള കുസൃതി. അല്ല, ഇപ്പോഴും മറുപടിയൊക്കെ ഉണ്ടോ? ഒരു പാടുണ്ടോ? അയ്യോ, എല്ലാരും നിൽക്കുന്ന അങ്ങോട്ട് ഇരിക്കുന്നേ. ഇരിക്കും. എന്നാ ചോദിച്ചേ? മൂത്തവൻ അവനല്ലേ ജോൺ. അവനിപ്പോ ഒരു 40-45 വയസ്സായി കാണും അല്ലേ? 51. 99-ലെ വെള്ളപ്പൊക്കത്തിൽ ജോണിക്ക് 7 വയസ്സ്. അതിന്റെ ഇല അച്ഛൻ കുഞ്ഞിന് 6, അണ്ണാമ്മയ്ക്ക് 4, പാപ്പച്ചന് 3. ദേവത്തിലൊന്ന് മുല കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങേരാണ് എടത്തുവാപ്പള്ളിയുടെ പണിയിലും. ഓർമ്മയുണ്ടോ? പിന്നെ ഇല്ലേ, ഞാൻ അങ്ങ് മേലെ കുരിശുറപ്പിക്കായിരുന്നു. അങ്ങ് കുടുംബത്തിൽ ഞാനും പിള്ളേരും താഴെ. വെള്ളപ്പൊക്കം കോളറായും കൊണ്ടൊരു കളിയായിരുന്നു. കൊറേ എണ്ണം ചത്തത് ചിലതെല്ലാം പിന്നെ ജീവിച്ചു. ആദ്യം പിന്നെയാ നമുക്കൊരു കരകയറ്റായ അല്ലേ? സാധ്യം വരാൻ എന്നാ സമയം വേണം. ജോലിച്ചനോ? അവനങ്ങ് ആഫ്രിക്കയിലല്ലേ? അയ്യോ, ഇത് രണ്ടും ഒരു സ്ഥല. അവൻ എന്നെ കമ്പനി എഞ്ചിനീയറാ. 3000 രൂപ ശമ്പളം. അയ്യോ, 3000 അല്ല, 100 അല്ല. അവനാ പവൻ. അവന് പിള്ളേരും എയ്റോപ്ലെയിനല്ല വരുന്നേ. ഇപ്പം വന്നു കാണുമല്ലേ? അച്ഛൻ അവൻ അങ്ങ് കേൾന്നെത്തി പോലീസ് കമ്മീഷണർ അല്ലേ? അന്നാമേ അവളങ്ങ് സിംഗപ്പൂരില്ല. സ്വന്തമായിട്ട് ആശുപത്രിയിൽ എത്തിയിരിക്കുക. അവിടെ കഴിഞ്ഞ വരവിന് അപ്പച്ചന് കൊണ്ട് കൊടുത്തതാ ഈ പുതപ്പ്. ഒരു നൂലിന് 100 രൂപ വിലയാണ്. ഇപ്പൊ മൊത്തം ഇതേല് 85 നൂലുണ്ട്. തുകയൊന്ന് കൂട്ടിക്കേ. അവക്ക് കല്യാണം വേണ്ടെന്ന അല്ല, അവക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഉണ്ടോ നീ? അവിടെ രാക്കട്ട് വല്ലേ? ഈ കൂട്ടത്തിൽ പാപ്പച്ച മാത്രം ഇച്ചിരി മോശവും പുറമെ ഒന്നും കിട്ടാനില്ലെന്നേ. അവനൊക്കെ പട്ടാളത്തില. ഉടനെ ഹബീന്ദാര. എല്ലാം ഒരു യോഗാടി. നമ്മുടെ യോഗം ഒന്ന് പറ. ഈ വർത്താനം പറഞ്ഞിരുന്നു ഇവർക്കൊന്നും കൊടുത്തില്ലല്ലോ. ഞാൻ അതങ്ങ് മറന്നു. എന്നാ വേണ്ടേ? മാത്തച്ഛൻ മതിലിടണ്ട. കൊച്ചിന് ഓവത്തിന് കൊടുത്താ മതി. ബിസ്ക്കറ്റ് തരാം. ഓ, ബിസ്ക്കറ്റ്
വല്ല ചുറുചുറുക്കായിട്ട് അങ്ങോട്ട് നിൽക്കണോ? എനിക്ക് കൈ കണ്ടേ ഉള്ളൂ. അത് ശരി. അങ്ങനെ ഇരിക്കൂ. നിങ്ങൾ എല്ലാവരും സൗകര്യത്തിനൊക്കെ ഇരിക്കണം കേട്ടോ. ഇഷ്ടം പോലെയല്ലേ ഇട കിടക്കുന്നത്. എന്നാ വേണം വെച്ചാൽ പറഞ്ഞാ മതി. അല്ല നിങ്ങളെല്ലാം പെൺകുട്ടികളെ ഇരിക്കാത്തത് പുറത്തേക്ക് പോകണം. അത്രയുണ്ട്. ഇതിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ 2 കുറുമുളിയുണ്ട്. ഏത് വേണമെങ്കിലും ഇഷ്ടം പോലെ ഉപയോഗിച്ചു. അവർക്ക് വഴി അറിയാൻ മേല. ഞാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങളുടെ വേലയെ മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ പോകണ്ട. നിങ്ങൾ ചെറുപ്പാണ്. ഈ വേറെ നീ കപ്പലാണ് തന്നെ എന്നെ തന്നെ ഇങ്ങനെ ഓടിക്കരുത്. നിങ്ങളും കൂടി ഒന്ന് സഹായിക്കണം. നീ എടുത്ത വാദത്തിലോട്ട് തന്നാ മതി. എടുത്തോളൂ. വാദത്തിൽ കാപ്പി വേണ്ടവർക്ക് കാപ്പി, ചായ വേണ്ടവർക്ക് ചായ. കൊണ്ടുപോവാ കൊണ്ടുപോവാ. കാപ്പി കാപ്പി ആർക്കാ? കാപ്പിയോ? തട്ടല്ലേ തട്ടല്ലേ തട്ടല്ലേ. കൈ തട്ടല്ലേ പിള്ളേർ, കൈ തട്ടല്ലേ. അവിടെ ഇരുന്നാ മതി, ഞാൻ അവിടെ കൊണ്ട തരാം. ഗ്ലാസ് പൊട്ടിയോ? ആരല്ലടി, വയസ്സല്ലേ. അങ്ങനൊക്കെ കിടക്കും. പിള്ളേര് നിൽക്കുന്ന അടുത്ത് നിന്നോണം. കുപ്പിച്ചില്ല കുപ്പിച്ചില്ല. കാലെ കേറിയ കരളിലെത്തുന്നവനാ ജാതി. അവിടെ എവിടെ എവിടെ അവിടെ അവിടെ എവിടെ അവിടെ ഏത് എടി ആ ചില്ലിന്റെ പൊടി കളയണ്ട. വെച്ചോ, മെത്രാച്ചന്റെ കാപ്പി ഇട്ട് കൊടുക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ അമ്മത്തെ അപ്പം നടക്കുന്ന കാര്യേ പ്രാർത്ഥിക്കാവൂ. ഞാൻ പറഞ്ഞേക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ അന്നത്തെ അപ്പം ആഴ്ചയിൽ ഒരു കേറി ഞങ്ങൾക്ക് തരണേ. പോരേച്ചോ. ഇനി പിള്ളേർ വന്നിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഫലിക്കില്ലാടി. പിന്നെ അതല്ലേ നമ്മുടെ അനുഭവം. അയ്യോടി, നമ്മുടെ പിള്ളേർ പ്രാർത്ഥന ഫലിച്ചു. എന്റെ മാതാവേ, ആ മേമീശ വെച്ചിരിക്കുന്നവരെ കണ്ടോ? ജോണിയാ നിങ്ങളുടെ അതേ ഛായ പ്രായാവുന്നോളൂ. അച്ഛൻ കുഞ്ഞു പാപ്പച്ചനും ഏതി എല്ലാം വളർന്നല്ലോടി. ഒന്നിനും കണ്ടാൽ അറിയരുന്നായി. അവള് നീ തന്നെ ചല്ലടി. നിങ്ങൾ ബഹളം വെക്കരുത്. ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് പോട്ടെ. ഞങ്ങളെ ഒന്ന് വിടണേ. ചോര നിറത്തിൽ കലങ്ങി മറിഞ്ഞാലത് വരുന്ന മലവെള്ളം പൊതുപോലത്തെ പിടിച്ചു തൂങ്ങി അക്കരയ്ക്ക് തുടങ്ങി. കാണാൻ അപ്പച്ചനെ കർത്താവിനെ ഒരേ ഇരിപ്പിൽ കാണാൻ
എന്റെ പേര് സോമൻ.